ഹലോ സ്റ്റുഡൻസ്, ഇക്കഴിഞ്ഞ ഡിസംബർ ക്രിസ്മസ് എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ +2 അക്കൗണ്ടൻസിയുടെ പേപ്പർ കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ മാർക്ക് വന്ന സമയത്ത് +2 കുട്ടികളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, സാറേ ഞങ്ങൾ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ആൻസർ ചെയ്തിട്ടുണ്ട്, പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ 20 മാർക്കിന്റെ ചോദ്യത്തിൽ കൃത്യമായിട്ട് ഉത്തരം നൽകാൻ പറ്റിയിട്ടില്ല. അവിടെ ഞങ്ങൾക്ക് 4-5 മാർക്ക് മിസ്സാവുന്നു. ഇത് സ്ഥിരമായിട്ട് വരികയാണെങ്കിൽ പബ്ലിക് എക്സാമിന് ബുദ്ധിമുട്ടോ? അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ ഭാഗത്ത് തിയറി എഴുതുമ്പോൾ, അതായത് നമ്മുടെ തിയറി എക്സാമിനേഷൻ എഴുതുമ്പോൾ അവിടെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പ്രാക്ടിക്കൽ ഞങ്ങൾ കവർ ചെയ്തോളാം, കാരണം പ്രാക്ടിക്കൽ 40 മാർക്ക് ഉണ്ട്, ലാബ് മാനുവലും റെക്കോർഡ് ബുക്കെല്ലാം ചെയ്തുകൊണ്ട് പ്രാക്ടിക്കൽ ഞങ്ങൾ പെർഫെക്റ്റ് ആക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് ഈ 20 മാർക്കിന്റെ തിയറി എക്സാം എഴുതുന്ന സമയത്ത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് ഭാഗത്ത് കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും പല കുട്ടികളും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ 6 ചാപ്റ്റേഴ്സ് നമുക്കുള്ളത്. ഈ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യം ചോദിക്കുന്ന രീതി, അതായത് തിയറി ഭാഗത്ത് ചോദ്യം ചോദിക്കുന്ന രീതി നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞൊരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം ഏതാണ്, അല്ലെങ്കിൽ കാൽക്കിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം ഏതാണ് എന്നുള്ള കൃത്യമായ ഒരു ഒബ്സർവേഷനോടെ വേണം നമ്മൾ ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. കാരണം ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്തു വെച്ച് നോക്കി അത് കമ്പയർ ചെയ്തുകൊണ്ട് ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഡിസംബർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് കുറേ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആണ്. പക്ഷേ അവിടെ കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത് ആ ടെക്സ്റ്റ് ബുക്ക് കുട്ടികൾ വായിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കൃത്യമായ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് PDF-ഉം അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഹാർഡ് കോപ്പി അവൈലബിൾ ആണ്. പല കുട്ടികളും അത് യൂസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായേക്കാം, പല കുട്ടികളും അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ ടെക്സ്റ്റ് ബുക്കിന്റെ എക്സൈസ് ഭാഗത്ത് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എക്സൈസ് ഭാഗത്ത് ഒട്ടനവധി ക്വസ്റ്റ്യൻസ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ അത് നോക്കാത്ത കുട്ടികളാണെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ PDF, അതായത് ടെക്സ്റ്റ് ബുക്ക് PDF, അതായത് ഏതെങ്കിലും നോട്ട്സ് അല്ല ഡൗൺലോഡ് ചെയ്യേണ്ടത്, ടെക്സ്റ്റ് ബുക്ക് തന്നെയുണ്ട്. നല്ല കളേർഡ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ കളേർഡ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അത് പ്രിന്റ് എടുക്കണം നിർബന്ധമില്ല. അതിന്റെ ഓരോ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് കുറേ എക്സൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ കിട്ടും. കാരണം പല സ്ഥലത്തും ഇതിന്റെ നോട്ട്സിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു പല ക്ലാസ്സുകളിലും നമ്മൾ അക്കൗണ്ടൻസി, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നോട്ടായിട്ടൊന്നും കൊടുക്കാറില്ല. ചിലപ്പോൾ പ്രിന്റ് ഔട്ട് എല്ലാം കുട്ടികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. ചില സ്കൂൾ നമുക്ക് നോട്ടായിട്ട് കിട്ടാറുണ്ട്. ചില കുട്ടികൾ പറയും ഞങ്ങൾക്ക് നോട്ട് കിട്ടാറുണ്ട്, കുട്ടികളോട് സംസാരിക്കും കാണാറുണ്ട്. പക്ഷേ ചില സ്കൂൾ നമുക്ക് പ്രിന്റ് ഔട്ട് ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് തരികയാണ്, എന്നിട്ട് നിങ്ങളത് വായിക്കൂ, ഇത് തന്നെ സ്ഥിരമായിട്ട് വരും എന്ന് പറയാറുണ്ട്. ചില ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് കൃത്യമായ എക്സ്പ്ലനേഷൻ ആണ്. ആ എക്സ്പ്ലനേഷനോട് കൂടി ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യണമെന്ന് മസ്റ്റാണ്. ആ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ എക്സൈസ് ഭാഗത്ത് ഒട്ടനവധി ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടാതെ നിങ്ങളെ പ്രാക്ടിക്കലിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുണ്ട്. തീർച്ചയായും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കണ്ടിരിക്കണം. ഈ ടെക്സ്റ്റ് ബുക്ക് 2 റൗണ്ട് നിങ്ങൾ എക്സൈസ് നോക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളെ പറ്റി ഒരു കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവും. കൂടാതെ പ്രീവിയസ് കൂടെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആശങ്ക വേണ്ട, കാരണം നമ്മളൊരു ഫുൾ മാർക്ക് സ്കോറിലേക്ക് പോകേണ്ട കുട്ടികളാണ് അക്കൗണ്ടൻസിക്ക്. അപ്പോൾ ഫുൾ മാർക്ക് സ്കോറിലേക്ക് പോകുന്ന ഫുൾ മാർക്കിലേക്ക് പോകേണ്ട നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഭാഗത്തുനിന്ന് 1-2-3 മാർക്ക് മിസ്സാവുന്ന പറഞ്ഞാൽ ഭയങ്കര ലോസ് ആയിരിക്കും. 100% പോകേണ്ട ഒരു കുട്ടികളാണ്. തീർച്ചയായും പാർട്ണർഷിപ്പ് കൃത്യമായിട്ട് കവർ ചെയ്യുന്ന ഒരു കുട്ടി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിന്റെ ഭാഗത്ത് ഒരു 2 മാർക്ക് കുറയുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായ റെഫറൻസ്, അതായത് വൈഡ് ആയിട്ടുള്ള ഒരു പഠിത്തമല്ല നമുക്ക് എവിടെ വേണ്ടത്, കമ്പ്യൂട്ടറൈസ്ഡ് ഭാഗത്ത് വേണ്ടത്. പ്രാക്ടിക്കൽ നിങ്ങൾ സ്കോർ ചെയ്യും നല്ല പേഴ്സൺ, കാരണം 40 മാർക്സ് പ്രാക്ടിക്കൽ ഉണ്ട്, 20 മാർക്സ് നമുക്ക് തിയറിയിലും വരുന്നുണ്ട്. നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ഭാഗത്തുണ്ട് ആക്ച്വലി. അപ്പോൾ ഇത് തീർച്ചയായും നിങ്ങൾ 20 മാർക്സിന്റെ ഭാഗത്ത് നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. ഒരു 10 വർഷത്തെ പ്രീവിയസ് എങ്കിലും, മിനിമം ഒരു 10 വർഷത്തെ പ്രീവിയസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് കൊണ്ട് ടെക്സ്റ്റ് ബുക്ക്, പല കുട്ടികൾക്ക് അത് അറിയില്ല ടെക്സ്റ്റ് ബുക്കുള്ള കാര്യം. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി റെഫർ ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ ഒരു നോട്ട് ഉണ്ടാക്കി അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് എക്സാമിനേഷൻ, ഈ വരുന്ന മോഡൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ആ 20 മാർക്ക് ഒരിക്കലും മിസ്സാവില്ല. നല്ല കോൺഫിഡൻസോട് കൂടി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നിങ്ങൾ നേരിടണം. എന്നാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടൻസിയുടെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ പറ്റൂ. താങ്ക് യു.